ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ ടാറ്റ പഞ്ചിലെ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ലഭിക്കുന്ന ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് അല്ലെങ്കിൽ ഫീച്ചർ ലോഡായിട്ടുള്ള വേരിയന്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന അഡ്വഞ്ചർ വേരിയന്റ്. ഈ വേരിയന്റ് നമുക്ക് ഓട്ടോമാറ്റിക്, മാനുവൽ, CNGയിൽ ഓട്ടോമാറ്റിക്കും ടർബോ പെട്രോളിലും അവൈലബിൾ ആണ്. ടർബോ പെട്രോളിന്റെ ഒരു ബേസ് വേരിയന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് ഈ അഡ്വഞ്ചർ വേരിയന്റിനെ പറയാം. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ 2026 ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ ടാറ്റ പഞ്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ വേരിയന്റ് ആണിത്. ശരിക്കും വാല്യൂ ഫോർ മണി വേരിയന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. എന്നാൽ പ്യുവർ പ്ലസ് വേരിയന്റിൽ മിസ്സിംഗ് ആയിട്ടുള്ള 360 ക്യാമറ, ബാക്ക് വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട നെക്സ്റ്റ് വേരിയന്റ് ആണ് ഈ അഡ്വഞ്ചർ വേരിയന്റ്. അതുപോലെ തന്നെ നമ്മുടെ ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ അഡ്വഞ്ചർ വേരിയന്റ് തന്നെയാണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക്, ഈ കളറ് വളരെ റെയറായിട്ട് കാണുന്ന ഒരു കളറാണ്. ക്യാരമൽ കളർ എന്നാണ് ടാറ്റ തന്നെ പറയുന്നത്. അത് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്നുണ്ട്. വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ഒരു കളർന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ പാർക്ക് ലൈറ്റ് കാണാം. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. DRL ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റ് തൊട്ടിട്ടാണ്. താഴെ നമുക്ക് LED ഹെഡ്ലൈറ്റ് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളുടെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ ഒരു എയർ ഇൻസ്കോപ്പ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. അത് എല്ലാ വേരിയൻറ്റുകളും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 360 ക്യാമറയുടെ ഒരു ക്യാമറ കാണാം. അതായത് ഈ വേരിയൻറ്റ് തൊട്ട് നമുക്ക് 360 ക്യാമറ അവൈലബിൾ ആണ്. 193 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇവിടെ ടോപ്പിലായിട്ട് ടാറ്റയുടെ ലോഗോ, ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാരമൽ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗി തരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സിൻ്റെ ലുക്കുള്ള ഹൈപ്പർ സ്റ്റൈൽ വീൽസ്, അത് ആ സിൽവർ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന വേരിയൻറ്റും ഇത് തന്നെയാണ്. ഇതിന് താഴെയുള്ള പ്യൂർ പ്ലസിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 185, 70R15 ആണ് ടയർ സൈസ് വരുന്നത്. കണ്ടാൽ അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകൾ എന്ന് പറയാം. വശങ്ങളിലായിട്ട് ബ്ലാക്ക് ക്ലാഡിങ് പോയിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ബോഡി കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മിറേഴ്സിലേക്ക് വരുമ്പോൾ മിറേഴ്സ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് LED ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. 360 ക്യാമറയുടെ ലെൻസ് കാണാം. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫോളോ മി ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് മിറർ അൺഫോൾഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു കീ ആണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഈ അഡ്വഞ്ചർ വേരിയൻറ്റിൽ അഡ്വഞ്ചർ പ്ലസ് S എന്ന് പറഞ്ഞ് സൺറൂഫ് ഉള്ള വേരിയൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഒരു 40,000 ഒക്കെ ഈ വേരിയൻറ്റിന് അഡീഷണലി പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺറൂഫ് ഉള്ള വേരിയൻറ്റും വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമ്മുടെ ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും ആ ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു C പില്ലറിൻ്റെ പോർഷനും B പില്ലറൊക്കെ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ് നമ്മുടെ പഞ്ച്. 2445 mm ആണ് പഞ്ചിന് വീൽ ബേസ് വരുന്നത്. സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണ് നമ്മളുടെ പഞ്ച്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ പഞ്ചിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ബാക്കിൽ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാര്യങ്ങൾ കാണാം. ഈ വേരിയൻറ്റിൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഇല്ല. ഇവിടെ റിഫ്ലക്ടർ പോലെ തോന്നിക്കുന്ന ഒരു ഇൻസേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ടെയിൽ ലൈറ്റ് നമുക്ക് ഹാലജനായിട്ടാണ് വരുന്നത്. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സും കാണാം. അതും ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നു. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു സ്പോയിലർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്കിംഗ് കാറായിട്ട് മാറും. നമുക്കിവിടെ ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. ഈ ഒരു വേരിയൻറ്റ് തൊട്ടിട്ടാണ് നമുക്ക് ബാക്ക് വൈപ്പർ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് താഴെ ലോഗോൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് ബാക്ക് ക്യാമറ കൊടുത്തിരിക്കുന്നു. പഞ്ച് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും കാണാം. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ബാക്കിൽ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലും ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചിൻ്റെ ഒരു ബാക്ക് വൈപ്പറുള്ള ഒരു 360 ക്യാമറയുള്ള വേരിയൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ മിനിമം ഈ വേരിയൻറ്റെങ്കിലും കൺസിഡർ ചെയ്യണം. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്.
ബാക്കിലേക്ക് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് വരുന്നത്. നമുക്ക് സ്പെയർ വീല് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ആ ബേസ് വേരിയൻറ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 366 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതിപ്പോൾ CNG ആണെങ്കിൽ 210 ലിറ്ററായിട്ട് കുറയും. അത് ഡ്യുവൽ CNG ടാങ്കാണ്. അതുകൊണ്ട് ബൂട്ട് സ്പേസിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീ ഇതാണ് എങ്കിലും റിക്കോ സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലുള്ള ഇൻറ്റീരിയർ എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു കളർ കാണാം. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ നമുക്ക് ട്യൂട്ടേഴ്സ് വരുന്നില്ല, സ്പീക്കർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ഗ്രേ ഫിനിഷിലാണ് നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ കളർ ടോൺ വരുന്നത്. ഡ്യുവൽ ടോൺ കളർ എന്ന് പറയാൻ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. നമ്മുടെ ഡ്രൈവ് മോഡുകളുടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് അതിൻ്റെ ഓപ്ഷനും ഹൈഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും കാണാം. 5 അഡ്വഞ്ചർ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ടോപ്പ് എൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ സൈസിൻ്റെ കുറവ് മാത്രമാണ്. ടോപ്പ് എൻഡിൽ നമുക്ക് 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുമ്പോൾ ഇതിനകത്ത് 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ ആണെങ്കിലും അതിന് ബെസൽസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിലൊരു 10 ഇഞ്ചിൻ്റെ സ്ക്രീനിൻ്റെ ഒരു ലുക്കൊക്കെ തന്നെയാണ് അത് തരുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ടാറ്റയുടെ സെയിം ആ ഒരു ബാക്ക് ലൈറ്റ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടതുവശമായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പല ദിവസം ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വേരിയൻ്റ് തൊട്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശമായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് ഓട്ടോ വൈപ്പറിൻ്റെ ഫീച്ചേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ പഴയ നെക്സോണിലൊക്കെ കണ്ട ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും അതിനകത്ത് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ, ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടിയാണ് വരുന്നത്. 2 ഡ്രൈവ് മോഡുകളുണ്ട്, സിറ്റി ആൻഡ് ഇക്കോ. ആ ഡ്രൈവ് മോഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ആവറേജ് ഫ്യൂവൽ, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു നീഡിൽ നമുക്ക് ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കാനകത്ത് ഓപ്ഷൻസ് അറിയാനായിട്ട്. TPMSൻ്റെ ഫീച്ചറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. അതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 360 ക്യാമറ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടും. അത് ആ ഒരു ചെറിയ സ്ക്രീനാണെങ്കിൽ നല്ല HD ക്ലാരിറ്റിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാനുള്ള ഒരു ഓപ്ഷൻ, ബാക്ക് വ്യൂ, നമുക്ക് 360 വ്യൂ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും ടാറ്റയുടെ ഹാർട്സ് ഓഫ്, ഈ ഒരു വാഹനത്തിൽ വരെ അത്യാവശ്യം HD ക്ലാരിറ്റിയിലുള്ള ഒരു ക്യാമറ കൊടുത്തു എന്നുള്ളത്. പിന്നെ 4 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം. നല്ല ടച്ച് റെസ്പോൺസുള്ള സ്ക്രീൻ തന്നെയാണ്. ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നോണം തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ AC കൺട്രോൾസ് കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റിവേഴ്സ് ഒന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറ നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത് കാണാം. പാർക്കിംഗ് സെൻസേഴ്സ് ഇതിൽ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കാട് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് AC സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ അഡ്വഞ്ചർ വേരിയൻറ്റ് തന്നെയാണ്. അതിന് താഴെ നമുക്ക് ഒരു Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 65 വാട്ട്സിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും കാണാം. ഇത് നമുക്ക് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് C കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. വയർലെസ് ചാർജർ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് താഴെ നമ്മുടെ 360 വ്യൂ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ കീ. താഴെ 2 കപ്പ് ഹോൾഡേഴ്സ്, സെൻറ്റർ ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. ഗ്രാബ് ഹാൻഡിലൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. കോ ഡ്രൈവേഴ്സ് സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ടാണ്, LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പഞ്ചിൻ്റെ അഡ്വഞ്ചർ വേരിയൻറ്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് പഞ്ചിലെ ബെസ്റ്റ് വേരിയൻറ്റ്. അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 10 ലക്ഷത്തിൽ താഴെ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനും പറ്റും.
ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. 90 ഡിഗ്രിയിൽ പഞ്ചിലെ ഡോറുകൾ നമുക്ക് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ആ ഒരു ഡ്യൂൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 15 വാട്ട്സിൻ്റെ ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളും കാണാനായിട്ട് പറ്റും. ഐസെഫി ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ കളർന്ന് വേണമെങ്കിൽ സീറ്റ് തന്നെ പറയാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഇപ്പോൾ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് പഞ്ചിൽ വരുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. പാഴ്സൽ ട്രേ മിസ്സിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ സെഗ്മെൻറ്റിലെ സേഫസ്റ്റ് കാറാണ് പഞ്ച്. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൽ ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റിംഗ് തരുന്ന ഒരു വാഹനവും പഞ്ച് തന്നെയാണ്. സെഗ്മെൻറ്റിലെ സേഫസ്റ്റ് കാറാണ് പഞ്ച്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡും ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ പഞ്ചിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ടൈഡ് ആൻഡ് ഡസ്റ്റർ ആയിട്ടുള്ള 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 87 HP പവർ 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന സെഗ്മെൻറ്റിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ആ സെയിം എഞ്ചിനിൽ തന്നെ നമുക്ക് CNGയുടെ ഓപ്ഷനും അവൈലബിൾ ആണ്. CNGയിലേക്ക് പോകുമ്പോൾ 73 HP പവറും 103 Nm ടോർക്കുമായിട്ട് പവറിൽ ചെറിയൊരു കുറവ് വരുന്നുണ്ട്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. സെഗ്മെൻറ്റിൽ നമ്മളുടെ മൈക്രോ SUVയിൽ ഒരേ ഒരു വാഹനം മാത്രമേ നമുക്ക് CNG ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നുള്ളൂ. അത് ടാറ്റ പഞ്ചാണ്. അടുത്ത വാഹനം അടുത്തൊരു എഞ്ചിൻ എന്ന് പറയുന്നത് നെക്സോണിലൊക്കെ കണ്ട 1.2 ടർബോ പെട്രോളാണ്. ആ സെയിം കോൺഫിഗറേഷൻ തന്നെയാണ് ചെറിയ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 120 HP പവറും 170 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ മാത്രം. നല്ല രസമാണ് ആ എഞ്ചിൻ ഓടിക്കാൻ. നെക്സോണിൽ തന്നെ അത്യാവശ്യം പവർഫുള്ളാണ് ആ എഞ്ചിൻ. അപ്പോൾ ഈ പഞ്ചിലേക്ക് വരുമ്പോൾ സിറ്റിയിലൊക്കെ ഓടിച്ചുകൊണ്ട് കിടക്കാൻ നല്ല രസമാണ്. ഹൈവേ ക്രൂസും ഒക്കെ അടിപൊളി ഒരു എഞ്ചിൻ എന്ന് പറയാം. ഇനി നിങ്ങൾ മൈലേജ് ആണ് നോക്കുന്നതെങ്കിൽ CNGയിലേക്ക് പോവുക. CNGയിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് പെട്രോളിലും CNGയിലും ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെട്രോളിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്രോളിൻ്റെ ആ പവർ ലഭിക്കും. CNGയിൽ ഓടിക്കുന്ന സമയത്താണ് CNGയുടെ പവർ ലഭിക്കുക. അപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് മാക്സിമം മൈലേജ് കിട്ടുന്ന രീതിയിൽ CNG യൂസ് ചെയ്യുക. സിറ്റി ഡ്രൈവിന് നിങ്ങൾക്ക് ആ വാഹനം പെട്രോളിലും ഓടിക്കാനായിട്ട് പറ്റും. അതും ഓട്ടോമാറ്റിക് ലഭിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ലേഡീസിനാണെങ്കിലും ഒരേപോലെ അത് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയ ആളുകൾക്കും കമൻറ്റ് രേഖപ്പെടുത്താം കേട്ടോ. ഈ ഒരു പോർഷനിൽ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഈ ഓൺ റോഡ് പ്രൈസിൻ്റെ ഒരു പോർഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി പ്രൈസിലേക്ക് വരുമ്പോൾ ബേസ് വേരിയൻ്റ് വരുന്നത് സ്മാർട്ട് വേരിയൻ്റ് ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,53,000 രൂപയാണ്. ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് CNG അവൈലബിൾ ആണ്. CNGക്ക് 7,90,000 രൂപയാണ് ബേസ് CNGക്ക് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് പ്യുവർ വേരിയൻ്റ് ആണ്. പ്യുവർ വേരിയൻറ്റിന് 7,58,000 രൂപ പെട്രോളിനും CNGക്ക് 8,85,000 രൂപയും. തേർഡ് വേരിയൻ്റ് ആണ് പ്യുവർ പ്ലസ്. പ്യുവർ പ്ലസ് വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയൻറ്റും പ്യുവർ പ്ലസ് വേരിയൻറ്റ് തന്നെയാണ്. പ്യുവർ പ്ലസ് പെട്രോൾ മാനുവലിന് 8,16,000 രൂപ. അതിൻ്റെ AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 8,80,000 രൂപ. CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ CNGക്ക് 9,53,000 രൂപയും CNG ഓട്ടോമാറ്റിക്കിന് 9,97,000 രൂപ. അതായത് പഞ്ചിലെ ഒരു CNG ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം 10 ലക്ഷം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്യുവർ പ്ലസ് വേരിയൻറ്റിൽ തന്നെ പ്യുവർ പ്ലസ് S എന്ന് പറഞ്ഞ സൺറൂഫ് ഉള്ളൊരു വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ സൺറൂഫ് അത്ര പോപ്പുലർ അല്ല. ഇറങ്ങിയ സമയത്ത് ഒത്തിരി ആളുകൾ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ സൺറൂഫ് ഇല്ലാത്ത വാഹനങ്ങളാണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ആ പ്ലസ് S എന്ന് പറഞ്ഞ സൺറൂഫുള്ള വാഹനത്തിന് ഈ പ്യുവർ പ്ലസ് വേരിയൻറ്റിനേക്കാളും 40,000 രൂപയാണ് കൂടുതൽ വരുന്നത്. ഇനി പ്യുവർ പ്ലസ് കഴിഞ്ഞാൽ അടുത്ത വേരിയൻ്റാണ് നിങ്ങൾ കാണുന്ന അഡ്വഞ്ചർ വേരിയൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ഇതാണ്. ഇതിൻ്റെ ടർബോ വേരിയൻറ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 9,77,000 രൂപയാണ് ടർബോ വേരിയൻറ്റിന് പ്രൈസ് വരുന്നത്. അതും 10 ലക്ഷം രൂപ താഴെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ അഡ്വഞ്ചർ വേരിയൻ്റ് നമ്മുടെ 1.2 നോർമൽ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 8,90 ഇതിൻ്റെ ഓട്ടോമാറ്റിക് 9,77. അതായത് ഈ വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 9,77 ഓൺ റോഡ് ഇറക്കാം. CNG ആണെങ്കിൽ 10,13 മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 10,67,000 രൂപയും. അപ്പോൾ 10 ലക്ഷം രൂപയിൽ
ഒരു ടാറ്റ പഞ്ച് നോക്കുന്നുണ്ട്, അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ദ ബെസ്റ്റ് വേരിയൻറ്റ് ഈ അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. കാരണം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 360 ക്യാമറ, ബാക്ക് വൈപ്പർ, LED ഹെഡ്ലൈറ്റ്, ഓട്ടോ AC, അങ്ങനെ AMTയുടെ ഓപ്ഷൻസ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സെഗ്മെൻറ്റിലെ ദ ബെസ്റ്റ് വേരിയൻറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഡ്വഞ്ചർ വേരിയൻറ്റ് തന്നെയാണ്. ഇനി ഇതിന് ടോപ്പ് എൻഡായിട്ട് വരുന്നത് അക്കംപ്ലിഷ്ഡ് വേരിയൻ്റ് ആണ്. അതിൻ്റെ പെട്രോൾ മാനുവൽ 9,77,000 രൂപ, AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,30,000, CNG മാനുവൽ ആണെങ്കിൽ 10,90,000, CNG ഓട്ടോമാറ്റിക് 12,71,000 രൂപ. അത് CNGയിൽ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത് അക്കംപ്ലിഷ്ഡ് പ്ലസ് CNGയിലാണ് ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ. അതല്ലാണ്ട് അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റിൽ CNGയിൽ ഓട്ടോമാറ്റിക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഏറ്റവും ടോപ്പ് എൻഡായിട്ട് വരുന്നത് അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയൻ്റ് ആണ്. അതിൻ്റെ പെട്രോൾ മാനുവലിന് 10.5 ലക്ഷം രൂപ, AMT ആണെങ്കിൽ 11,20,000 രൂപ. അതിൽ CNGയിൽ നമുക്ക് വരുന്നില്ല. CNGയിലെ ടോപ്പ് എൻഡ് അക്കംപ്ലിഷ്ഡ് വേരിയൻ്റ് ആണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ്സിൽ പിന്നെ നമുക്ക് വരുന്നത് ടർബോ പെട്രോളാണ്, 11,61,000 രൂപ. ഈ അഡ്വഞ്ചർ വേരിയൻറ്റിലും പ്ലസ് എസ് എന്ന് പറഞ്ഞ സൺറൂഫുള്ള വേരിയൻ്റ് അവൈലബിൾ ആണ്. അഡ്വഞ്ചർ വേരിയൻറ്റിനേക്കാളും 40,000 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് സൺറൂഫുള്ള വേരിയൻറ്റും ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.